അന്ന് രാത്രി ഒറ്റപ്ലാക്കൻ അച്ഛനും ഔസേപ്പ് കപ്പിയാരും അർത്ഥമെന്തെന്നറിയാത്ത ഒരു സ്വപ്നം കണ്ടു. ഫാദർ വിൻസെന്റ് എന്റെ വകയിൽ ഒരു ഉടപ്പറന്നോണ്ട മോന. അവന്റെ ആദ്യത്തെ ഇടവകയല്ലേ, അവൻ ഇവിടെ തന്നെ ഇരുന്നോട്ടെ തൽക്കാലം. അതെ. ഓ, അങ്ങനെയാവട്ടെ പിതാവേ. എന്നാ ഒറ്റപ്പിളക്കൻ ആലോചിച്ച് വേണ്ട എന്നാന്ന് വെച്ചാ ചെയ്യും. അതെ. പിറ്റേന്ന് അതിരാവിലെ വിശക്കോല് പാപ്പി അക്കരെ പോയി തൊമ്മേനി ഡേവിസ് വക മാർത്താ മറിയം ബാൻഡിൽ ചേർന്നു. പൊന്നപ്പോ ബോട്ട് അടിപ്പിക്കണ്ട, നേരെ പോട്ടെ. എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അച്ചോ, ഇത് തന്നെയാണ് അച്ചോ സ്ഥിരം പണി, ഈ കിടത്തിക്കൊണ്ടുപോക്ക്. നോക്കണ്ട അച്ചോ, ഇതെന്റെ ചങ്ങാതിമാരാ. ഇത് മിസ്റ്റർ എറണാകുളം, ഇത് റണ്ണറപ്പ്. അച്ചു, ഇന്നൊരു ദിവസത്തേക്ക് ഈ കൊച്ചിനെ ഞാൻ കിടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. പ്രിയപ്പെട്ട കുമരങ്കരി നിവാസികളെ, 50ാമത് ഗീവർഗീസ് റോളിംഗ് ട്രോഫിക്ക് 3 ദിവസമായി പള്ളിയങ്കണത്തിൽ നടക്കുന്ന ബാൻഡ് മത്സരത്തിന് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മത്സരത്തിന്റെ പിറ്റേ ദിവസം നമ്മുടെ പള്ളിയുടെ പൊളിച്ചു പണി ആരംഭിക്കുന്നതിനാൽ അന്നേ ദിവസം മുതൽ പ്രാർത്ഥനയും തിരുകർമ്മങ്ങളും കോൺട്രാക്ടർ പറമ്പിലുള്ള താൽക്കാലിക മോൻ വിളിച്ചായിരുന്നോ? വളി വിടുന്നൊരു മോനും വളിക്ക് വിളിയേക്കുന്നൊരു തള്ളയും. മോനെ, വളിവിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട. മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. അന്ന് ജട്ടിയിൽ വന്നെടുത്ത ആ ബോട്ടിൽ കുമരങ്കരിയുടെ ചരിത്രം തിരുത്താൻ പോകുന്ന 3 കൂട്ടരുണ്ടായിരുന്നു. 1, പള്ളി പൊളിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ വന്ന ആർക്കിയോളജി സംഘം. 2, സോളമനെ കൈകാര്യം ചെയ്യാനായി ഫിലിപ്പോസ് കാൻഡ്രാക്ക് ഇറക്കുമതി ചെയ്ത 2 കേടികൾ. വിക്രമൻ, മുത്തു. തീർന്നിട്ടില്ല. 3, ഗീവർഗീസ് ബാൻഡിനെ തറ പറ്റിക്കാനായി തൊമ്മേനി ഡേവിസ് കാശെറിഞ്ഞ് അങ്ങ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുത്തിയ ഷെവലിയർ പോത്തച്ചൻ. അപ്പൊ ഇതാണ് കുമരങ്കരി. അയ്യോ ആശാനെ, ജെട്ടി ഈ വശത്താ. കയ്യെ പിടിച്ചോ. ഏതായാലും നനഞ്ഞു. ഞാൻ ആ ഷാപ്പിൽ കാണും, നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. പുണ്യാളം നേരത്തെ വന്നു. ഇതിപ്പോ ആരാണാവോ? കുതിരയോ അതോ പാമ്പോ? പരിശോധനയിൽ പള്ളിക്കെട്ടിടത്തിന് സാരമായ ബലക്ഷയമുള്ളതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കുമരങ്കരി പള്ളി ഒളിച്ചു പണികളല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ എങ്ങനെയാ സാറേ കാര്യങ്ങള്? 2 കൊടുത്താ മതിയോ അതോ കയ്യോ കാലോ എടുക്കണോ? വെറുതെ 2 കുപ്പി അന്തി ഇങ്ങടുത്തേ. പോത്തച്ഛനാ, ഷാവലിയാർ പോത്തച്ഛൻ. ഡേവിസും പാട്ടി അങ്ങ് ഫോട്ടോ ഇറക്കിയതാ.
അപ്പൊ കാശ് കൊടുത്ത ഏത് പുരാവസ്തുവും അറിയും, ഇല്ലയോ എഞ്ചിനീയറെ? ഒരു മുട്ട കുടിക്കേറ്റ്. പുരാവസ്തു പറയും, പക്ഷേ പൊതുമരാമത്തും അറിയില്ല. അവന്റെ വിരലൊക്കെ അങ്ങ് ഒടിച്ചേരെ, അപ്പൊ പിന്നെ ഈ ഊത്ത് നടക്കത്തില്ലല്ലോ. മോക്ക് അറിയാമോ ഇവരൊക്കെ ആരാന്ന്? പാവത്തിന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ SI കുത്തിയ കേസിലെ പ്രതികളാ വിക്രമനും മുത്തുവും. അപ്പച്ചൻ കൊണ്ടുവന്നതാ അവനിട്ട് 2 കൊടുപ്പിക്കാൻ. കൈയൊടിക്കണോ കാലൊടിക്കണോ എന്ന് സംശയിച്ച് കാലും കടിച്ചോണ്ടിരിക്കുക പാവങ്ങള്. കുറച്ച് കോഴിക്കറി ഒഴിക്കട്ടെ ചേട്ടാ? മോക്ക് ഭ്രാന്താണെന്ന് സാറ് പറഞ്ഞില്ല? ആരൊക്കെയാടാ ഈ വർഗീസ് ബാൻഡിലെ 7ാം കൂലികൾ? ചോദിച്ചത് എന്നെയാണോ? ആണെങ്കിൽ ഞാൻ ഇവിടെ തന്നെയുണ്ട് പോത്തച്ച. എന്താ പാപ്പാ, പഴയ ആംബിയറൊന്നും ഇല്ലേ? ഒരുത്തം വായിച്ച അതിനെതിരെ വായിക്കാൻ ഇപ്പൊ കേൾപ്പില്ലേ? മോഹങ്ങൾ മരവിച്ചു, മോതിര കൈ മുരടിച്ചു, മനസ്സു മാത്രം മനസ്സു മാത്രം. ആദ്യം കാഞ്ഞൂര് പള്ളിയിലെ സെബസ്ത്യാനോസ് പുണ്യാളന്റെ പെരുന്നാളിന് അല്ലേ? പിന്നെ ചാലക്കുടി സെബസ്ത്യാനോസ് പുണ്യാളുടെ പെരുന്നാളിന്, ഒല്ലൂര് ഗബ്രിയേൽ മാലാഖയുടെ പെരുന്നാളിന്, അവസാനം കൊറ്റമം റോക്കി പുണ്യാളന്റെ പള്ളിയിലെ പെരുന്നാളിന്. അന്നെന്നെ നിങ്ങൾ തറ പറ്റിച്ചു. പോത്തച്ച നാണോ നീറിയും കേട്ടു. അതായിരുന്നു അവസാനം അല്ലേ? അല്ല, ഞാൻ പിന്നെയും കാത്തു പാപ്പൻ ഒന്ന് തിരിച്ചിറങ്ങാൻ. ഒന്നും പറയാതെ എസ്താപ്പാൻ അങ്ങ് പോയി. ഇനിയിപ്പൊ ലൂയി പാപ്പനല്ലേ ഉള്ളൂ. പഴയ കണക്കുകളൊക്കെ ഒന്ന് തീർക്കണ്ടേ? ഞാൻ ഈ കുമരങ്കരി വന്നേക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, കള്ളിനോ പെണ്ണിനോ വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് തോൽപ്പിക്കണം. അതെന്റെ ഒരു വാശിയാ. ഈ ഒരു തവണ പോത്തച്ഛന മോഹം ഉപേക്ഷിച്ചാരെ. അടുത്ത തവണ വാ, ഞാൻ തോറ്റു നിന്നേക്കാം. ഇല്ല പാപ്പാ, തൊമ്മേനി ഡേവിസിന് ഞാൻ വാക്ക് കൊടുത്തുപോയി. ഇത്രയും കാലം പഠിച്ചതും വായിച്ചതും കേട്ടതും ഒക്കെ ഉള്ളിൽ വെച്ചോണ്ടാ പോത്തച്ഛൻ ഇറങ്ങുന്നേ. വിട്ട് തരില്ല പാപ്പാ. ഞാനും വാക്ക് കൊടുത്തുപോയി പോത്തച്ഛ. എന്റെ കൂടെ ഉണ്ടായിരുന്ന മരിച്ചവർക്കും കുമരങ്കരി പള്ളിയിലെ പുണ്യാളനും അത് മാറ്റാൻ പറ്റില്ല. മരിച്ചാലും മരിക്കാത്ത ഈ മനസ്സുണ്ടല്ലോ, അത് തകർത്തിട്ട് പോത്തച്ഛൻ ഇവിടുന്ന് പോകൂ. അപ്പോ കാണാം. വാടാ.
എന്റെ കർത്താവേ, ഇതാദ്യായിട്ടാ കള്ളിന്റെ കൂടെ കുപ്പിച്ചില്ല് തിന്നുന്ന ഒരുത്തനെ ഈ ഷാപ്പിലോട്ട് കെട്ടിയെടുത്തത്.